ഇനിയും സംവാദത്തിൽ ഇടപെടാനുള്ള ഓഡിയൻസിൻ്റെ സമയമാണ്. അവിടെ നിന്ന് മൈക്ക് നിങ്ങൾക്ക് വരും, ചോദ്യങ്ങൾ ചോദിക്കാം. ആരാണ് മറുപടി പറയേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ചോദ്യങ്ങൾ ഉന്നയിക്കാം. ചുരുക്കി ചോദ്യങ്ങൾ ചോദിക്കാം. എക്സ് ഡോക്ടർ ആരിഫ് ഹുസൈന് ഒരു നന്ദി. നമ്മൾ ഇരിങ്ങാലക്കുട വെച്ച് മീറ്റിങ്ങിന് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു എപ്പോഴാണ് ഞങ്ങളുടെ നാട്ടിലേക്കൊക്കെ ഒന്ന് വരുന്നതെന്ന്. അപ്പോൾ അദ്ദേഹം വളരെ രസകരമായ ഒരു കൂടി അത് എക്സ്പ്രസ് ചെയ്തിരുന്നു. ഡിസംബർ കഴിയുമ്പോൾ വന്ന്. അപ്പോൾ അതിനു മുമ്പ് തന്നെ വർഷം എൻ്റെ 2 ചോദ്യങ്ങളാണ്. ഒന്ന് മാഡത്തോടാണ് എൻ്റെ 2 ചോദ്യങ്ങളും. ഒന്ന്, ഞാൻ ഒരിടത്തും ഒരു ചാനലിലും ഹമാസ് ചെയ്ത ഈ ഒക്ടോബർ 7 കൂട്ടക്കൊലയും തീവ്രവാദപരമായ കാര്യങ്ങളെക്കുറിച്ചും അപലപിച്ച് നമ്മുടെ യുക്തിവാദി സമ്മേളനത്തിലുള്ള എൻ്റെ സുഹൃത്ത് രാജഗോപാൽ വാഗത്താനം അടക്കമുള്ളവരുടെ ഒരു പ്രസ്താവന ഞാൻ ഇതുവരെ കേട്ടില്ല. അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? കുറഞ്ഞ വർഷം വെറും 9 മാസവും 2.25 വയസ്സും മാത്രമുള്ള 2 കുട്ടികൾ, ബീബാസ് കുട്ടികളാണ്, അവരുടെ കഴുത്ത് ഞെരിച്ച് അവരുടെ അമ്മയിൽ നിന്ന് അടർത്തിയെടുത്ത് കൊന്നതിനെ പോലും അപലപിക്കാനോ ഈ അഡ്വക്കേറ്റ് അനിൽകുമാർ എന്ന് പറഞ്ഞ CPM-ൻ്റെ നേതാവ് കോട്ടയത്ത് വെച്ച് ഈ കഴിഞ്ഞ ആഴ്ച പോലും കുറേ കുട്ടികളുടെ പേരുകൾ ഇങ്ങനെ പറഞ്ഞുകൂടെ ഇവരുടെ ആരുടെയും പേര് ഞാൻ കേട്ടില്ല. അതിനെക്കുറിച്ച് മാഡത്തിൻ്റെ അഭിപ്രായം എന്താണെന്ന് ക്ലിയറായിട്ട് പറയുക. രണ്ടാമത്തെ കാര്യം, ഞാൻ 1979 മുതൽ 85 വരെ എൻ്റെ കൂടെ പഠിച്ച 2 സഹോദരിമാരുണ്ട്. അവരുടെ പേരുകൾ ഒരു ഉദാഹരണത്തിന് വീന ഹസീന എന്നിരിക്കട്ടെ. ഇവർ ഞങ്ങളുടെ കൂടെ പഠിച്ചപ്പോൾ തലയിലൊരു തട്ടം പോലും ഇല്ലാതെയാണ് പഠിച്ചിരുന്നത്. അതേസമയം ഇപ്പോൾ ഞങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥി സമ്മേളനത്തിൻ്റെ മീറ്റിങ്ങുകളിലൊക്കെ വരുമ്പോൾ ഇതിലൊരാൾ കംപ്ലീറ്റ് ബുർഖ ധരിച്ച് തന്നെയാണ് വരുന്നത്, മറ്റേ ആൾക്കൊരു തട്ടം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പ്രോഗ്രസ് ചെയ്യുകയാണോ റിഗ്രസ് ചെയ്യുകയാണോ? കഴിഞ്ഞ ആഴ്ച എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇവരുടെ സ്വന്തം സ്ഥലത്തു നിന്ന് വന്ന ഒരാൾ വന്നപ്പോൾ അവരുടെ കൂടെ ഉണ്ടായിരുന്ന 3 സ്ത്രീകളും കണ്ണ് മാത്രം കാണാൻ തക്കവണ്ണമുള്ള കംപ്ലീറ്റ്, അതായത് ഞാൻ സൗദി അറേബ്യയിൽ ജോലി ചെയ്തിരുന്നപ്പോൾ എങ്ങനെയായിരുന്നോ അതുപോലത്തെ ഡ്രസ്സ് ധരിച്ചാണ് വന്നിരുന്നത്. അപ്പോൾ ആ ചോദ്യം ആവർത്തിക്കുകയാണ്, നമ്മൾ പ്രോഗ്രസ് ചെയ്യുകയാണോ റിഗ്രസ് ചെയ്യുകയാണോ? റിഗ്രസ് ചെയ്യുകയാണെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മളുടെ ഭാഗത്തു നിന്ന് എന്ത് നടപടികളാണ് അല്ലെങ്കിൽ അഭിപ്രായങ്ങളാണ് എക്സ്പ്രസ് ചെയ്യേണ്ടത്? താങ്ക് യു. ഒന്നാമത്തെ കാര്യം, ഹമാസിൻ്റെ ആക്രമണത്തിൽ നിങ്ങളാരും പ്രതിഷേധിച്ചില്ല എന്നുള്ളത് തെറ്റാണ്. നമ്മളെല്ലാ തീവ്രവാദ പ്രവർത്തനങ്ങളെയും എക്സ്പെഷ്യലി അന്നത്തെ സംഭവത്തെയും എല്ലാം പ്രതിഷേധിച്ചിട്ടുണ്ട്. അത് നമ്മളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലാണ് അത് പ്രതിഷേധിച്ചത്. പക്ഷേ ഒരു വേദി അതിനായിട്ട് കിട്ടുകയോ ഒരു വിഷയം അതിനായിട്ട് ആരും സജസ്റ്റ് ചെയ്യുകയോ ചെയ്തിട്ടില്ല. അത് പ്രത്യേകിച്ച് ചോദിക്കേണ്ട കാര്യമില്ല. നമ്മളെല്ലാവരും അതിന് ശക്തമായി പ്രതിഷേധിക്കുകയും അപലപിക്കുകയും ഇങ്ങനെയുള്ള സംഭവവികാസങ്ങൾ ലോകത്തൊരിടത്തും ആരും അതിന് മുൻപോട്ട് വരരുതെന്നുള്ള ഒരു വാദഗതി തന്നെയാണ് നമുക്കുള്ളത്. ആ ഒരു തീരുമാനമാണുള്ളത്. അതിനുവേണ്ടിയാണ് നമ്മൾ സംസാരിക്കുന്നത്. രണ്ടാമതുള്ള വിഷയം, ഈ ബുർഖ കൂടുതലായി കാണപ്പെടുന്നുവെന്ന്. അത് റിഗ്രസീവാണോ പ്രോഗ്രസീവാണെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അത് റിഗ്രസീവ് തന്നെയാണ്. അതിനെതിരെയാണ് നമ്മൾ സംസാരിക്കുന്നത്. അതിനുവേണ്ടി തന്നെയാണ് ഞാനിവിടെ വരുന്നത്. ഞാൻ വരുന്നത് തല തുറന്നിട്ട് തന്നെയാണ്. അവരുടെ നോട്ടത്തിൽ അത് വലിയ നഗ്നതയാണ്. നമ്മളാരും അതിനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല, അതിനെതിരെ സംസാരിക്കുന്നുണ്ട്. ഒരു മനുഷ്യന് സ്ത്രീകൾ തന്നെ അത് മനസ്സിലാക്കേണ്ടതാണ്. അവരുടെ ജീവിതത്തിന് എത്രത്തോളം ബുദ്ധിമുട്ട്, ഒരു ഭക്ഷണം പോലും മര്യാദയ്ക്ക് കഴിക്കാൻ പറ്റാത്ത എത്രയോ വീഡിയോകൾ കാണുന്നു. അപ്പോൾ അത് ആ മുഖത്തെ ആ അല്പം പൊക്കി വെച്ച് ജ്യൂസ് കുടിക്കുമ്പോൾ അതിനെതിരെ വീഡിയോ, ഭർത്താവിൻ്റെ ക്രൂരമായ നോട്ടവും അത് തെറ്റാണെന്നുള്ള
ഒരു ചിഹ്നവും ആ വീഡിയോയുടെ ഒക്കെ മേലിൽ അവർ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. ഏതാണ് ശരി, ഏതാ തെറ്റ്? തെറ്റെന്ന് പറയുന്നത് ആ വെള്ളം കുടിക്കാൻ പോലും മുഖം വെളിവാക്കാൻ പാടില്ല. ഈ രീതിയിലൊക്കെ മനുഷ്യർ ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് സ്ത്രീകൾ ഒരുപാട് മുന്നോട്ട് വരുന്നുണ്ട്. അത് നമ്മൾ കാണാതെ പോകരുത്. അവരുടെ മതത്തിന് അത്ര വലിയ ജീവിത ആചാരമായിട്ട് കൊണ്ടുപോയാലും അത് ജീവിതത്തിൽ ഒരു അസ്ഥിക്ക് പിടിച്ച രീതിയിൽ കൊണ്ടുപോകുന്നില്ല. ഒരുപാട് മനുഷ്യർ നമ്മളുടെ ഇടയിൽ ഇപ്പം നിങ്ങൾ ബിഗ് ബോസ് തന്നെ കണ്ടാലറിയാം, അതിൽ എത്രയോ മുസ്ലിം സ്ത്രീകൾ വന്നിട്ടുണ്ട്. അവരുടെ വേഷവിധാനം കണ്ടാൽ അറിയാം. ഇവരെയൊക്കെ പ്രകോപിപ്പിക്കുന്ന രീതിയിലാണ് അവരുടെ വേഷവിധാനം. അപ്പം 1-2 പേര് അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ ഇരട്ടി ഇപ്പുറത്ത് അത് ഉപേക്ഷിക്കുന്നുണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. എനിക്ക് ചോദിക്കാറുള്ളത് ആരിഫ് ഹുസൈനോടാണ്. അതായത് ഒരു ഹിന്ദു മത പണ്ഡിതൻ പണ്ട് എഴുതിയിട്ടുണ്ടല്ലോ, ബഞ്ച് ഓഫ് തോട്ട്സിലാണെന്ന് എനിക്ക് തോന്നുന്നു, ഞാൻ മറന്നുപോയി. അതായത് ഇന്ത്യയുടെ ആഭ്യന്തര ശത്രുക്കൾ 1-ാം സ്ഥാനം മുസ്ലിംസും, 2-ാം സ്ഥാനം ക്രിസ്ത്യാനികളും, 3-ാം സ്ഥാനം കമ്മ്യൂണിസ്റ്റുകാരുമാണെന്നാണ്. അതൊരു ചോദ്യം. അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? 1-ാം സ്ഥാനം മുസ്ലിംസിനാണ് ഈ ഹിന്ദു മത മഹാപണ്ഡിതൻ അറിയാൻ ആരിഫ് ഹുസൈനെ അറിയാം. രണ്ടാമത്തെ ചോദ്യം ഇതാണ്, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പല സ്ഥലങ്ങളിലും മുസ്ലിം പോപ്പുലേഷൻ കൂടുതലുള്ള സ്ഥലങ്ങളിൽ ഈ കരുതി കളയുന്നുണ്ട്. എല്ലാം മിക്കവാറും 1-2 ദിവസങ്ങളിൽ ആ വാർത്ത വരാറുണ്ട്. അതിനെപ്പറ്റി എന്താണ് താങ്കളുടെ അഭിപ്രായം? ഈ ഗോൾവാർക്കർ പറഞ്ഞാണ് ബഞ്ച് ഓഫ് തോട്ട്സിൽ ഈ പറയുന്ന സാധനം, അതായത് മുസ്ലിങ്ങൾ ആഭ്യന്തര ശത്രുക്കൾ എന്ന് പറഞ്ഞിട്ട് 3 പേരെ മെൻഷൻ ചെയ്തു. ഇതിൽ ഏറ്റവും വലിയ ഒരു പ്രോബ്ലം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കാര്യമാണ്. ഒന്ന്, ഗോൾവാർക്കർ പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ലോകാവസാനം വരെ നിലനിൽക്കണം എന്ന് ഒരു വിശ്വാസം ഈ പറയുന്ന ഗോൾവാർക്കറിനോ ഗോൾവാർക്കറിൻ്റെ അനുയായികൾക്കോ ഇല്ല. ഇസ്ലാമിൽ ഒരു സാധനം എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ലോകാവസാനം വരെ നിലനിൽക്കുമെന്നും അത് സംരക്ഷിക്കപ്പെടണമെന്നും അത് വള്ളി പുള്ളി മാറ്റാതെ നിലനിൽക്കുന്ന സാധനമാണെന്നും ഇനി അത് ആരെങ്കിലും തിരുത്താൻ വേണ്ടി വന്നാൽ അവനെ പഞ്ഞിക്കിടണമെന്നുമാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇതാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ ദൈവികത എന്ന് പറയുന്ന ഒരു സാധനം, ഒരു ഇറ്റേണിറ്റി എന്ന് പറയുന്ന ഒരു വിഷയം, അത് ഈ ഗോൾവാർക്കറിനില്ല, സവർക്കറിനില്ല, ആർക്കും ഇല്ല. നമ്മൾ പറയും കോൺസ്റ്റിറ്റ്യൂഷന് പോലും ഇല്ല. ഇത് മാറ്റത്തിരുത്തലുകൾക്ക് അടിസ്ഥാനപ്പെടുത്തി നിൽക്കുന്നു എന്നാണ് പറയാം. 2, ഈ സംഗതി ഇന്ന് അവർ തന്നെ പറയുന്നത് എന്താണ്, ഞങ്ങളിത് തള്ളി എന്നാണ് അവർ പറയാം. ഇതൊരു ചർച്ചയിൽ, ഏതൊരു TV ചർച്ചയിൽ ഇത് വലിയ വിഷയമായിട്ട് ഒരാൾ ഉന്നയിച്ചു. ഇപ്പം നിങ്ങൾ ഉന്നയിച്ച മാതിരി അവിടെ BJPയുടെ ഒരാളിരിക്കുകയാണ്. അയാൾ പറഞ്ഞു ഞാനിത് തള്ളി. ഇസ്ലാമിൽ ഇങ്ങനെ ഒരു സാധനമുണ്ട്, ഇത് നിങ്ങൾ തള്ളുമോ എന്ന് ചോദിക്കുമ്പോൾ അയാൾ അവിടെ ഉത്തരം മുട്ടി നിൽക്കുന്നതാണ് കാണുന്നത്. അപ്പം ഞാൻ പറയുന്നത്, ഈ കമ്പാരിസൺ നടത്തേണ്ടി വരുമ്പോൾ നമ്മൾ ഈ സാധനത്തിന് മുസ്ലിം വിരുദ്ധത അതല്ലെങ്കിൽ ഇത്തരം സംഗതികൾ ഉണ്ട് എന്ന് നമ്മൾ പറയാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കുന്നതിൽ എനിക്ക് സംശയമൊന്നുമില്ല. അത് ഉപയോഗിക്കാം, അതിനൊന്നും ഒരു തരക്കേട് നമ്മൾ പറയുന്നില്ല. പക്ഷേ ഇസ്ലാമിൻ്റെ വിഷയങ്ങൾ പറയുന്നിടത്ത് അതേപോലെ ഈ പറയുന്ന സാധനത്തിൽ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് നിങ്ങളിത് പറയുമ്പോൾ ഇതിനൊരു അടിസ്ഥാനപരമായ സ്ട്രക്ചറൽ ആയിട്ടുള്ള ഡിഫറൻസ് ഉണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കണ്ടേ. ഇത് മനസ്സിലാക്കാതെ നമ്മൾ പറയുമ്പോൾ ആ പറയുന്ന സമയത്ത് തന്നെ ഇത് സെൽഫ് ഡിസ്ട്രക്റ്റ് ആയിട്ട് പോവാണ്. ഇതാണ് ഇതിൻ്റെ കുഴപ്പം. അപ്പോൾ ആ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് വളരെ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അത് സിനോഫോബിക്കാണ്, ഒരു സംശയമില്ല. അത് പറയാൻ പാടില്ലാത്ത തന്നെയാണ്. അത് എന്ത് സാഹചര്യത്തിൽ പറഞ്ഞു എന്നുള്ളത് പോലും പ്രസക്തമല്ല. അവരങ്ങനെ പല ന്യായീകരണങ്ങൾ പറയും, നമ്മളൊന്നും അത് എടുക്കാറില്ല. പക്ഷേ ഇസ്ലാമിൻ്റെ കാര്യം പറയുന്നോടത്ത് ഇത് പൊക്കിക്കൊണ്ട് വന്നാൽ അത് സംഘികൾക്ക് കൂടുതൽ വളാവുകയാണ് ചെയ്യുക. ഇതാണ് ഞാൻ പറയുക, അതാണ് സംഘികൾക്ക് വളാവുന്നത്. അപ്പോൾ നമ്മൾ പറയുന്ന സാധനം അല്ല അവിടെ വളാവുന്നത്. ഇതാണ് അതിൽ പറയുന്നത്. ഇനി ഈ JCB കൊണ്ട് ഇടിച്ച് നിരത്തുന്നു എന്ന് പറയുന്ന സാധനം, ഞാനതാണ് നേരത്തെ ചോദിച്ചത്. അതായത് ഒന്നാമത്തെ കാര്യം, നമ്മുടെ നാട്ടിലൊരു നിയമ സംവിധാനമുണ്ട്, ഒരു റൂൾ ഓഫ് ലോ ഉണ്ട്. അതിലെവിടെയാണ് ശിക്ഷ ആയിട്ട് ഈ JCB കൊണ്ട് ഇടിച്ചു നിരത്തണം എന്നുള്ളത് എവിടെയാണ് എഴുതി വെച്ചിരിക്കുന്നത്? എവിടെയും പറഞ്ഞിട്ടില്ല. ഇനി നമ്മൾ പണ്ട് അച്യുതാനന്ദൻ ചെയ്ത മാതിരി ഇല്ലീഗലായിട്ടുള്ള കൺസ്ട്രക്ഷൻ ആണെന്ന് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് പൊളിച്ച് കളയുന്നില്ലെങ്കിൽ ഈ പറയുന്ന സ്റ്റേറ്റിനെ ഇടപെട്ടിട്ട് പൊളിക്കാം, അത് നമുക്ക് മനസ്സിലാക്കാം. അല്ലാതെ ഇത് എന്ത് ചെയ്യുന്നു എന്നുള്ളത് ട്രാൻസ്പെറൻ്റ് ആയിട്ട് പറയാത്ത കാലത്തോളം ഇതൊരു തെറ്റായ നടപടി തന്നെയാണ്. ഇതിൽ ആർക്കും സംശയമുള്ളത്? നമ്മൾ എവിടെയെങ്കിലും അതിനെ അനുകൂലിക്കുന്നുണ്ടോ? ഇല്ലല്ലോ, അത് പാടില്ല തന്നെ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ഈ പറയുന്ന നമ്മളെ ഉമർ നബി, നമ്മൾ ഈ അക്രമം നടത്തിയ ഡൽഹി ബ്ലാസ്റ്റ്, അതിലൊരുത്തൻ്റെ വീട് പോയിട്ട് ഇതേപോലെ ഇടിച്ച് നിരത്തിയിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ചോദിക്കുന്നത്? ഇതൊന്നും ശരിയായ നടപടിയല്ല. ഇതാണ് നമ്മൾ പറയുന്നത്. അപ്പം നമ്മൾ ശരിയായതിന് ശരിയെന്നും തെറ്റായതിന് തെറ്റെന്നും ശരിയാക്കേണ്ടത് ഏതെന്ന് അതെല്ലാം തിരിച്ചറിയാന്നുള്ളതാണ് നമ്മുടെ ബാധ്യത. അല്ലാതെ നമ്മൾ ഏതെങ്കിലും ഒരു സൈഡിന് വേണ്ടി ബാറ്റ് ചെയ്യാനോ ഒരു സൈഡിനെ ഡിഫെൻഡ് ചെയ്യുക എന്നുള്ളതല്ല. നമ്മൾ ഓരോ വിഷയത്തിലും അതിന് ക്ലാരിറ്റി കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ബാധ്യത. അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കേണ്ടതെന്നാണ് ഞാൻ പറയുക. അല്ലാതെ ഇത് ആരുടെയും പക്ഷം പിടിക്കാൻ വേണ്ടിയുള്ള കാര്യമല്ല എന്നുള്ളതാണ് അവിടെ പറയാനുള്ളത്. സോ ഹോപ്പ് ദാറ്റ് ക്ലിയർസ്. നമസ്കാരം. ചോദ്യം 2 പേരോടും കൂടിയാണ്. സൂഫിസമാണ് വിഷയം. 2 പേരും സൂഫിസത്തെക്കുറിച്ച് പറയുന്നത് കേട്ടു. ഒരാൾ സൂഫിസത്തെ ഗ്ലോറിഫൈ ചെയ്യുന്നു, മറ്റേയാളത് സൂഫിസത്തിലും അത് ഇൻഹ്യൂമൻ ആണെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു സ്റ്റുഡൻ്റ് എന്ന നിലയിൽ എനിക്ക് സൂഫിസത്തെക്കുറിച്ചൊരു ഔട്ട്ലൈൻ മാത്രമേ അറിയാവുള്ളൂ. അപ്പോൾ സൂഫിസം എന്താണ് എന്ന് പഠിക്കാൻ വേണ്ടിയാണ് കേട്ടോ. 2 പേരുടെയും സൂഫിസത്തെക്കുറിച്ചുള്ള അറിവും കാഴ്ചപ്പാടും ഓരോരുത്തരായിട്ട് പറയുമെങ്കിൽ ഞങ്ങൾക്ക് പഠിക്കാം. അതാണ് ചോദ്യം.
ഞാനിപ്പോൾ പറഞ്ഞത് തന്നെയാണ് എൻ്റെ നിലപാട്. അതൊരു മനോഹരമായ ആശയമാണ്. അതിൽ വർഗീയതയില്ല, അതിൽ മറ്റുള്ള എന്തെങ്കിലും അട്രോസിറ്റി ഇല്ല. അത് എല്ലാം കൊണ്ടും മനുഷ്യന് ഒരു ഹിതകരമായ ഒരു വിശ്വാസമാണ്. ആ വിശ്വാസമാണ് എല്ലാവർക്കും ഉള്ളതെങ്കിൽ അത് ആർക്കും ഹാനികരമല്ല, ദോഷം ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ പിന്നീട് പറയാം, അത് കുറേ പറയേണ്ടി വരും. അതിന് ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടാനും ഒക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഈ സമയപരിമിതി മൂലം ഞാനത് ദീർഘമായിട്ട് പറയുന്നില്ല. ഇസ്ലാമിൽ അങ്ങനെ സമാധാനം ഉണ്ട് എന്ന് പറയാൻ പറ്റുന്ന ഒരു സാധനമില്ല. ഞാനും ഒരു 2 മാസം സൂഫിയായിരുന്നു. ഓക്കെ, അപ്പോൾ സൂഫീസ് എന്താണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചു. അപ്പോൾ നമ്മൾ ആദ്യം നമ്മളെ കണ്ണി കാണുന്ന കുറേ കവാലി, കുറേ സിനിമ, പിന്നെ മറ്റേ തൊപ്പി, ഇതൊക്കെയാണ് നമ്മൾ കാണുന്നത്. മ്യൂസിക്കലാണ്, നമ്മൾ എ റഹ്മാനെയൊക്കെയാണ് നമുക്ക് ഓർമ്മ വരിക. ഇതൊക്കെ ഉണ്ട്, ശരിയാണ്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, അണ്ടിയോടെ എടുക്കുമ്പോൾ പുളി അറിയുമെന്ന് പറഞ്ഞ മാതിരി തന്നെയാണ് ഇതിലേയും കഥ. നമ്മൾ ഏതൊരു സാധനം അറിയാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ ടു ദ കോർ നമ്മൾ അറിയാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ബാഹുബലി 1 മാത്രം കണ്ടിട്ട് നമ്മൾ തിരിഞ്ഞു നടക്കരുത്. നൂറ് പറഞ്ഞ കാര്യം അങ്ങനെ തന്നെയാണ്. ഇതന്നെയാണ് ഞാനും ആദ്യം കണ്ടത്. ഇതിൽ സമാധാനമാണ്, പാട്ടാണ്, ഈവൻ നോമ്പെടുക്കുക, നിസ്കരിക്കുക, ഇതിനൊന്നും വലിയ പ്രസക്തിയായിട്ടൊന്നും അതിനകത്ത് പറയുന്നില്ല. നിങ്ങളുടെ മനസ്സിൽ സ്നേഹം ഉണ്ടാവുക, സ്നേഹത്തിന് വേണ്ടി നിലകൊള്ളുക, ഇതൊക്കെയാണ് പറയുന്നത്. പക്ഷേ മതത്തിനൊരു പ്രശ്നം വരുന്നൊരു ഘട്ടം വന്നാൽ അവിടെ പിന്നെ സൂഫിയാണ് അഹമ്മദിയാണോ എന്ന് പോലും വ്യത്യാസമില്ല. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അവിടെ സൂഫിയും അഹമ്മദിയും സുന്നിയും ഷിയ ഒക്കെ ഒന്നാവും. അതാണ് നമ്മൾ കാണുന്നത്. ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ഞാൻ പറഞ്ഞത് TLP എന്ന് പറയുന്ന പാർട്ടി അത് ഇന്ന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഈ പറയുന്ന മിലിറ്റന്റ് സൂഫിസാണ്. മിലിറ്റന്റ് സൂഫിസം ആകണം എന്നുണ്ടെങ്കിൽ ആരാണ് മിലിറ്റൻസ്? അത് സൂഫികൾ തന്നെയാണ്. അപ്പോൾ ഇത്രമാത്രം സ്നേഹം വഴിഞ്ഞൊഴുകുന്ന ആളുകൾ എന്തിനാണ് ആസിയ ബീബിയെ പോലെയുള്ള ഒരു അമുസ്ലിമായ വ്യക്തി, അവർ ഉണ്ടായിട്ടുള്ള ഒരു മറ്റെന്തോ ഒരു തർക്കം, ആ തർക്കത്തിലേക്ക് മതനിന്ദ ആരോപിച്ചുകൊണ്ട് അവരെ ഫ്രെയിം ചെയ്ത് അവരെ കൊല്ലാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചത് ആരാ? അവിടുത്തെ സൂഫികളാണ്. അപ്പം ഇനി നിങ്ങൾ പറയാം സൂഫി സമാധാനമല്ലേ എന്നുള്ളത്. അങ്ങനെ ഒരു സാധനം ഇല്ല. ഇത് സാധാരണ പറയാറുണ്ട്, സുഖപ്രസവത്തിലെ സുഖം പോലെയാണ് സമാധാന മതത്തിലെ സമാധാനം എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതിനാണ് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, അത് സൂഫിയാലും കണക്കാണ്. നമസ്കാരം. ചോദ്യം 2 പേരോടും കൂടിയായിട്ടാണ്. മുസ്ലിങ്ങളെല്ലാം ജിഹാദികളാണോ ആണല്ലോ നമ്മുടെ സംവാദ വിഷയം. അപ്പം മുസ്ലിങ്ങൾ ശരിയാണെന്നും ജിഹാദികളാണ് പ്രശ്നക്കാരുമെന്ന് അതിൻ്റെ അകത്തൊരു അന്തർലീനമായിട്ടൊരു സംഗതി കിടപ്പുണ്ട്. ഞങ്ങളുടെ അഭിപ്രായം മുസ്ലിങ്ങളും ശരിയല്ലെന്നുള്ളതാണ്. ഇവിടെ സൂചിപ്പിച്ചത് കൂട്ട് മുസ്ലിങ്ങളും പേപ്പട്ടികളാണ്, ഹിന്ദുക്കളും പേപ്പട്ടികളാണ്, ക്രിസ്ത്യാനികളും പേപ്പട്ടികളാണ്. നമുക്ക് മാനവ സമൂഹമാണ് വേണ്ടത്, മനുഷ്യരാണ് വേണ്ടത്. അങ്ങ് സൂചിപ്പിച്ചായിരുന്നു സംസാരത്തിൻ്റെ ഇടയിലെ തീവ്രവാദത്തിൻ്റെ ഭാഗമായിട്ട് ധാരാളം മുസ്ലിങ്ങളെ കൊന്നൊടുക്കി, അല്ലെങ്കിൽ ഒരു 90% മുസ്ലിങ്ങളെയാണ് കൊന്നെടുക്കുന്നതെന്നൊക്കെ അങ്ങ് അവകാശപ്പെട്ടായിരുന്നു. ഞങ്ങൾ പറയുന്നു, അല്ലെങ്കിൽ നമ്മുടെ അഭിപ്രായം, അവർ മുസ്ലിങ്ങളല്ല മനുഷ്യരായിരുന്നു എന്നതാണ് വസ്തുത. ആ ഒരു കാഴ്ചപ്പാടോടുകൂടി ഇത്തരം ഈ മത ചിന്തകളും ഒരുപക്ഷെ മതം തന്നെ നമ്മുടെ ഭൂമിയിൽ നിന്ന് തുടച്ചു മാറ്റേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ്. ഏറെയും ഈ മതം കൊണ്ട് അങ്ങേയറ്റം ദുഷിച്ച അനുഭവങ്ങൾ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ ഭൗതിക സാഹചര്യങ്ങൾ, മോശപ്പെട്ട ഭൗതിക സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നതും അതുപോലെ തന്നെ പൊതുസമൂഹത്തിൽ നിന്നൊക്കെ വേർപെടുത്തുന്നതും ഈ മതങ്ങളാണ്. അതുപോലെ തന്നെ മാനവ സമൂഹത്തിൻ്റെ വികാസത്തിന് ഈ മതങ്ങളൊന്നും ഒരു സംഭാവനയും ചെയ്യുന്നില്ല എന്നുള്ള വസ്തുതയാണ്. അതാണ് അങ്ങ് പ്രചരിപ്പിക്കേണ്ടത്, നിങ്ങൾ 2 പേരും പ്രചരിപ്പിക്കേണ്ടതെന്നാണ് എൻ്റെ വിനയപൂർവ്വമുള്ള അഭിപ്രായം. അത് തന്നെയല്ലേ ഞാനും പറഞ്ഞത്. ഞാനിവിടെ പറഞ്ഞത്, ഇവിടെയുള്ള ഭൂരിപക്ഷ മനുഷ്യരുടെ നേരിലുള്ള അധാർമികമായിട്ടുള്ള പെരുമാറ്റത്തിന് കാരണമാകുന്ന പ്രസ്താവനകൾ ഉണ്ടായിരിക്കുക, മാനവികവും ധാർമ്മികവുമായ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. മതത്തിന് അവിടെ നമ്മൾ മതത്തിൻ്റെ ആ ഒരു തീവ്രത അല്ല, അതിൻ്റെ പിടിമുറുക്കത്തിൽ നിന്ന് മനുഷ്യനെ ക്രമേണ മോചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഒറ്റയടിക്ക് ആരെക്കൊണ്ടും സാധ്യമാകുകയില്ല. അങ്ങനെ മതരഹിതമായൊരു ഭൂലോകം നമ്മൾ സ്വപ്നം കാണുകയും വേണ്ട. അതിൻ്റെയൊക്കെ രൂക്ഷതയും തീവ്രതയും കുറയ്ക്കുക, അതിനുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെടുക, അവരുടെ മാനവികത എന്താണെന്ന് മൂല്യങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുക, അതാണ് നമ്മളുടെ ധർമ്മം. അത് താങ്കൾ പറഞ്ഞതിനോട് പൂർണ്ണമായും യോജിക്കുന്നു. ഒരിക്കലും ആ അഭിപ്രായത്തിന് ഞാൻ എതിരല്ല. അത് തന്നെയാണ് വേണ്ടതും. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം സത്യത്തിൽ ഉത്തരവും അദ്ദേഹം തന്നെ പറഞ്ഞു. വളരെ നന്ദിയുണ്ട്, നല്ലൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. പക്ഷേ ഞാൻ എപ്പോഴും പറയുന്നു, ഐഡിയൽ ആയിട്ടുള്ള പൊസിഷൻസ് നമുക്ക് എപ്പോഴും വേണം, അതിലൊന്നും ഒരു തർക്കമില്ല. പക്ഷേ ഈ ഐഡിയൽ പൊസിഷനുമായിട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നിങ്ങൾ ഡൽഹിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ആ ഒരു ജംഗ്ഷനിൽ നിൽക്കുന്ന സമയത്ത് അവിടെ ആ കാറ് അവിടെ ഉണ്ടായിരുന്ന സ്ഫോടനം നടന്നപ്പോൾ അതിൽ കൊല്ലപ്പെടാനുള്ള സാധ്യത നിങ്ങൾക്കുണ്ട്.
അപ്പോൾ അതൊരു റിയാലിറ്റിയാണ്. നമ്മളിന്ന് ജീവിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരു റിയാലിറ്റിയാണ്. അപ്പോൾ ആ സാധനത്തെ നമ്മൾ ആദ്യം ഉൾക്കൊണ്ടിട്ട് ഇതിനെ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ കൂടി ചെയ്യുമ്പോഴാണ് നിങ്ങൾ ആ പറഞ്ഞ ഐഡിയൽ പൊസിഷനിലേക്ക് വരുള്ളൂ. അതിലേക്ക് വഴിവെക്കുന്ന ഓരോ എലമെന്റിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യണം. അതിൽ മുസ്ലിങ്ങൾക്ക് പങ്കുണ്ട്, നിങ്ങൾ പറഞ്ഞ കറക്റ്റാണ്, മുസ്ലിങ്ങൾക്ക് പങ്കുണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മൾ പറയുന്നത് ഈ പൊട്ടൻഷ്യൽ ജിഹാദിസത്തിലേക്ക് പോകുന്നു. ഞാൻ ആ സ്റ്റേറ്റ്മെന്റ് ഒന്നുകൂടി പറയാണ്. ഇത്രയാണ് നമ്മൾ പറയുന്നത്. ഇൻ എ കൾച്ചർ ദാറ്റ് റൊമാൻറ്റിസൈസസ് ജിഹാദ് ആൻഡ് മാർട്ടിഡം, എവറി യങ് ബിലീവർ ബിക്കംസ് എ പൊട്ടൻഷ്യൽ ജിഹാദി ഇൻ ദ സെയിം സ്ട്രക്ചറൽ സെൻസ് ദാറ്റ് എ ചൈൽഡ് ഇൻ എ സ്മോക്കിംഗ് ഹൗസ് ഈസ് എ പൊട്ടൻഷ്യൽ സ്മോക്കർ. അപ്പോൾ സ്മോക്കിംഗ് ഒരു വലിയ സംഭവമൊന്നുമല്ല, അതൊരു സ്റ്റൈൽ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് എന്ന് റൊമാൻറ്റിസൈസ് ചെയ്യപ്പെടുന്ന ഒരു കുടുംബത്തിൽ ചെയിൻ സ്മോക്കറായിട്ടുള്ള വാപ്പയമ്മയാണെന്നുണ്ടെങ്കിൽ അതിൽ പിറന്നു വിടുന്ന കുട്ടി സ്മോക്കർ ആവാനുള്ള സാധ്യത, ഒരു പൊട്ടൻഷ്യൽ സ്മോക്കറാണ് നമ്മൾ പറയുന്നത് പോലെ ഇന്ന് നിലവിൽ ഈ ജിഹാദിസത്തിനെ ഇവിടെ വലിയ തോതിൽ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നിലപാടുണ്ട്. അതിനെ അഡ്രസ്സ് ചെയ്യുന്ന വേദികളിൽ അതിനെ മറിച്ച് പറയാൻ, അതിന് പൊതിഞ്ഞു പിടിക്കാൻ ഇവിടെയുള്ള മറ്റു പല ആളുകളും ഉള്ളപ്പോൾ ഇത് ഫലവത്താവുന്നില്ല. ഇതാണ് നമ്മുടെ പരാതി, ഇതാണ് നമ്മൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ പറയുന്നു ഡിനൈ ദ നോൺ സീറോ റിസ്ക്. ഇവിടെ സംഭവിക്കുന്നതാണ്, ആ റിസ്കിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നില്ല. അതൊരു നോൺ സീറോ ആണെന്ന് പോലും നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല. അവിടെ നമ്മൾ മറ്റു മതത്തിനും അങ്ങനെയുണ്ട് ഇതിനും അങ്ങനെയുണ്ട് എന്നൊക്കെ പറഞ്ഞു നിൽക്കുമ്പോൾ അവിടെയാണ് ഞാൻ ചോദിക്കുന്നത്, ഈ ഗ്ലോബൽ ടെറർ ഇൻഡെക്സിൽ ഈ പറയുന്ന സംഗതികളിൽ എവിടെയാണ് ഇത്തരം മാത്രം ഈ മാഗ്നിറ്റ്യൂഡ് കഴിഞ്ഞ 40 വർഷത്തിന്റെ ഇടയിൽ കൊണ്ടു നടക്കുന്ന ഇത്തരം തീവ്രവാദ പ്രവർത്തനങ്ങൾ എവിടെയാണ് നിങ്ങൾക്ക് മറ്റു മതങ്ങളിൽ നിന്നോ ഇതിൽ ഇന്നിപ്പോൾ കാണാൻ പറ്റുന്നത്? ഇതാണ് നമ്മൾ ചോദിക്കുന്നത്. പണ്ടുണ്ടായിരുന്നു ക്രൂസൈഡ്, നമ്മൾ പറയാറുണ്ട്, കുരിശുയുദ്ധത്തിന്റെ കാര്യം പറയുന്നു, അതല്ലെങ്കിൽ മറ്റുള്ള ഇപ്പൊ ഹിന്ദു തീവ്രവാദത്തിന്റെ കാര്യം പറയുന്നു. ശരിയാണ്, മാഗ്നിറ്റ്യൂഡ് അവിടെ. ഇതാണ് നമ്മൾ ചോദിക്കുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ അന്വേഷിക്കുമ്പോൾ മറഞ്ഞുപോയ സാധനങ്ങൾ എടുത്തു വെച്ച് ഡിഫെൻഡ് ചെയ്യരുത് എന്നുള്ളതാണ് നമ്മൾ എപ്പോഴും പറയുന്നത്. അപ്പോൾ യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ട്, നിലവിലത്തെ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ഇതിനെ അഡ്രസ്സ് ചെയ്യുമ്പോൾ മാത്രമാണ് നിങ്ങൾ പറഞ്ഞ ഐഡിയൽ പൊസിഷനിലേക്ക് നമുക്ക് പോകാൻ പറ്റുള്ളൂ. അവിടെയാണ് ഈ ത്രെറ്റിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം എന്ന് പറയുന്നത്. നമുക്ക് തെരുവ് പട്ടികളൊക്കെ ഒഴിവാക്കണം, ഒക്കെ നമുക്ക് ആവശ്യമാണ്. പക്ഷേ നമ്മൾ അങ്ങനെ ഒഴിവാക്കാൻ നോക്കുമ്പോൾ ആദ്യം നമ്മൾ ഒഴിവാക്കേണ്ടത് ഏതിനെയാണ്? പേ പിടിച്ച പട്ടികളെയാണ് ആദ്യം നമ്മൾ ഒഴിവാക്കുക എന്ന് നമ്മൾ പറയുന്ന മാതിരി ആ ഒരു പ്രയോറിറ്റൈസേഷൻ നമ്മൾ നടത്തിയില്ല എന്നുണ്ടെങ്കിൽ തെരുവ് പട്ടി വിമുക്ത ഒരു നിരത്ത് നമുക്ക് കിട്ടില്ല എന്നുള്ളതാണ്. ഓക്കെ, വളരെ നന്ദി സാർ. പ്രധാനമായിട്ടും സാർ പറഞ്ഞ വളരെ ശാസ്ത്രീയമായിട്ട് സാർ അത് പഠിച്ചെന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. ഒരു നന്ദി മാത്രമേ പറയുന്നുള്ളൂ, ചോദ്യങ്ങളൊന്നുമില്ല. മാഡം അത് ചർച്ച ചെയ്തു, പക്ഷേ അതിൻ്റെ കാര്യങ്ങൾ കുറച്ചുകൂടെ പഠിക്കണം എന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. സാറ് പറഞ്ഞത് അതിൻ്റെ സൊല്യൂഷൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളാണെന്ന് സാറ് പറഞ്ഞിട്ടില്ല. അത് പഠിക്കുമ്പോഴാണ് കുഴപ്പമുണ്ടാകുന്നത്. ഇവിടെ നിഷ്കളങ്കരായ കുട്ടികളുണ്ട്, അവരെ നമ്മൾ ഇതിലേക്ക് തള്ളിവിടാതെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് സാർ അത് പറയുന്നത്. അത് വളരെ ഒരു നല്ല ഇതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാനൊരു അഭിപ്രായം, എനിക്ക് മുസ്ലിം സുഹൃത്തുക്കളുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവരെ രക്ഷിക്കേണ്ട ബാധ്യത എല്ലാ പൗരന്മാർക്കും ഉണ്ട്. അത് നന്ദി പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ ജനിച്ചു വീണ കുഞ്ഞു വരെ സാധ്യത ഉള്ളതാണ്. അതാണ് ഞാൻ പറഞ്ഞത്. സാധ്യത ആരോപിക്കുമ്പോൾ എല്ലാവർക്കും സാധ്യതയുണ്ട്. അപ്പോൾ അത് പൊതുവേ ഉള്ളൊരു വിദ്വേഷം അവരിലേക്ക് ഉണ്ടാകാനുള്ള സാധ്യതകളാണ് കൂടുതൽ നിൽക്കുന്നത്. അത് പ്രശ്നമാണ്. മോൻ ആരാണ്? ഇതാണ് മോൻ. യെസ്, മോന് ജിഹാദ് എന്താണെന്നറിയോ? അറിയില്ല. ജിഹാദിനെ കുറിച്ച് അറിയാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഇല്ല. ഈ പറയുന്ന ജിഹാദിനെ കുറിച്ച് ഇത്രയും നേരം പറഞ്ഞതിൽ നിന്ന് എന്താ മനസ്സിലായത്? നല്ല സാധനമാണോ? നല്ല സാധനമാണോ മോശം സാധനമാണോ അതോ നല്ല സാധനമാണോ? കേട്ടിട്ട് മനസ്സിലായില്ല. അല്ല, ഞാൻ മോനെ ഒന്നും പറയാനല്ല. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പറയുന്ന സ്റ്റേറ്റ്മെന്റ് വീണ്ടും ക്ലിയർ ആക്കുക. അതായത് ഒരു വ്യക്തി, ആ വ്യക്തി എത്രമാത്രം മതം എടുക്കുന്നു, ഇത് ഞാൻ പറഞ്ഞതല്ല കേട്ടോ, മഹാനായ ജബ്ബാർ മാഷ് തന്നെ പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഞാൻ പറയുന്നത്. അതായത് ഓരോ മുസ്ലിമും ഇന്ന് ഈ വളരെ തീവ്രമായ മത അധ്യാപനങ്ങൾ ശ്രവിക്കാനുള്ള സാധ്യത ഇന്ന് വർദ്ധിച്ചു. ഇവിടെ നേരത്തെ ആരോ ചോദിച്ചു, ഈ പണ്ടൊന്നും ഈ പർദ്ദ ഉണ്ടായിരുന്നില്ല, ഇപ്പൊ പർദ്ദയാണ് മൊത്തം എന്നാരോ പറഞ്ഞല്ലോ അല്ലെ, ഒരാൾ സൂചിപ്പിച്ചു. ആ സാധനം തന്നെ നിങ്ങൾ എടുത്തു നോക്കാം. അതായത് അങ്ങനെ ഉണ്ടായിരുന്നൊരു സമൂഹം, പർദ്ദയൊന്നും ഇല്ലാതെ വളരെ ഓപ്പൺ ആയിട്ട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ ഇരുന്ന് ഫുട്ബോൾ കാണുന്ന ഒരു ചിത്രമൊക്കെ നിങ്ങൾ ഓർമ്മയിലുണ്ട്. ഓണം എല്ലാവരും ആഘോഷിക്കുന്ന ഒരു സംഭവത്തിൽ നിന്ന് മാറിയിട്ട് ഇന്ന് ഓണം വരുമ്പോൾ നമ്മൾ കേൾക്കുന്ന എന്താണ്? ഓണം ആഘോഷിക്കരുതെന്ന് പറയുന്നത്. അതായത് ഇന്നലെ ഓണം ആഘോഷിച്ചിരുന്ന ഒരു മുസ്ലിം അടുത്ത ഓണം ആഘോഷിക്കാതിരിക്കാനുള്ള സാധ്യതകൾ വർദ്ധിക്കുകയാണ്. ഇതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതിൽ ഏത് മുസ്ലിമാണ് ഇതിൽ പെടുക, ഇതിൽ ആരാണ് പെടാത്തത് എന്ന് എന്താ നിശ്ചയിക്കുന്നത്? ഒരേ ഒരു കാര്യം നിശ്ചയിക്കുന്നുള്ളൂ, ആ മുസ്ലിം ഇതുപോലുള്ള ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള സാധനങ്ങൾ കേട്ടോ കേട്ടില്ലേ, ഇത്രയും നമ്മൾ ചോദിക്കുന്നുള്ളൂ, പറയുന്നുള്ളൂ. അപ്പോൾ മകനായാലും മകളായാലും ആര് തന്നെ ആയാലും ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള റിലീജിയസ്
എഡ്യൂക്കേഷൻ കിട്ടാനുള്ള സാധ്യത ഇന്ന് കൂടുതലാണ്, മറ്റു മതങ്ങളെക്കാൾ കൂടുതൽ. അത് മദ്രസകളിലൂടെ, ഇൻസ്റ്റാഗ്രാമിലൂടെ, ഫേസ്ബുക്കിലൂടെ, യൂട്യൂബിലൂടെ എവിടെ നോക്കിയാലും നമുക്ക് കിട്ടും. അങ്ങനെ കേട്ടു കഴിഞ്ഞാൽ ആ കുട്ടി, ആ വ്യക്തി, മുതിർന്ന ആളായിക്കോട്ടെ ആരായാലും, അവൻ ഇസ്ലാമിന്റെ ഈ തീവ്രമായ ആശയങ്ങൾ എടുക്കാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെയുള്ള ആളുകൾ ഒരു വലിയ പ്രശ്നം തന്നെയാണ് സമൂഹത്തിന് എന്ന് കൃത്യമായിട്ട് പറഞ്ഞത് ജബ്ബാർ മാഷാണ്. ഇത് എന്റെ സ്റ്റേറ്റ്മെന്റ് അല്ല. അപ്പൊ ഇനിയെങ്കിലും ഇതാണ് അതിന്റെ കാരണം. അപ്പൊ ഞാൻ അന്ന് ജബ്ബാർ മാഷോട് ചോദിച്ചത് ഇതേ ചോദ്യമാണ്, എങ്ങനെ നിങ്ങൾ അളക്കും? ഒരു മുസ്ലിമിന്റെ ഉള്ളിൽ എത്രമാത്രം മതമുണ്ട് എന്ന് അളക്കാനുള്ള വല്ല യന്ത്രമുണ്ടോ എന്ന് ഞാൻ മാഷക്ക് എഴുതി ചോദിച്ച കാര്യമാണ്. അങ്ങനെ യന്ത്രമുണ്ട് എന്ന് ഉണ്ടോ എന്ന ചോദ്യം അപ്രസക്തമാണ് ഒന്നാമത്തെ കാര്യം. കാരണം എന്താണ്, അത് നമ്മളോട് ഇങ്ങനെ പറയുന്നതുകൊണ്ടാണ് നമ്മളിത് ചോദിക്കുന്നത്. മാഷക്കും അറിയാം ആ ചോദ്യം പ്രസക്തമല്ല. പക്ഷേ നമ്മളോട് പറയുന്നതാണ്, ആ ഒരു പെർസെപ്ഷനെ നമ്മൾ സിഗ്നൽ ചെയ്യാണ് മുസ്ലിങ്ങൾക്ക്. കാരണം നിങ്ങൾ സൂക്ഷിക്കണം, നിങ്ങൾ സ്വയം സൂക്ഷിക്കണം എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. കാരണം നിങ്ങളിലേക്ക് ഈ ജിഹാദി തരം എത്തിക്കാനുള്ള വഴികൾ ഇവിടെ തുറന്നിട്ടിരിക്കുകയാണ്. അതിനെ നിങ്ങളെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകളോട് കറങ്ങി നടപ്പുണ്ട്. ഇതാണ് ഇവിടുത്തെ യാഥാർത്ഥ്യം. ഇതിനെ നിങ്ങൾ സൂക്ഷിക്കണം എന്നുള്ള സിഗ്നലാണത്. ഇത് പറയാതെ എങ്ങനെയാണ് മുസ്ലിങ്ങൾ രക്ഷപ്പെടുക? അന്ധവിശ്വാസത്തെക്കുറിച്ചുള്ള പ്രചരണം കൊടുക്കാതെ, അന്ധവിശ്വാസം ഒരു മോശ സാധനമാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കാതെ എങ്ങനെയാണ് ഒരു ഹിന്ദു അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനി അല്ലെങ്കിൽ ഒരു മുസ്ലിം ഒരു ക്രിയ ചെയ്യാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ അത് അന്ധവിശ്വാസമാണോ അല്ലയോ എന്ന് അവർക്ക് മനസ്സിലാവുക? ഈ ചേലാകർമ്മത്തെ കുറിച്ച് മോശമായിട്ട് പറഞ്ഞു എന്ന് പറഞ്ഞു. ചേലാകർമ്മം വളരെ മോശം പ്രാകൃതമായ ഒരു സാധനമാണെന്നുള്ള ധാരണ അവർക്ക് കിട്ടുന്നത് എങ്ങനെയാ? അതൊരു പുണ്യമായ ചേലാകർമ്മം എന്ന് പറയുമ്പോഴാണോ, അതോ അതൊരു അറ്റം വെട്ടലാണോ എന്ന് ചോദിക്കുമ്പോഴാണോ അതിന്റെ ആ പരിപാവനത കുറയുക? അപ്പൊ ഹോളി കൗ പാടില്ല എന്ന് പറയുന്ന ആളുകൾക്ക് എന്തുകൊണ്ട് ഹോളി ക്യാമൽ പറ്റുന്നില്ല, അത് പാടില്ല എന്ന് പറയുമ്പോൾ? ഇതാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ ഈ പവിത്രത എന്ന് പറയുന്ന സാധനം, നിങ്ങൾക്ക് കുംഭമേള എന്ന് പറയാൻ പറ്റുന്നത് പോലെ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഹജ്ജ് എന്ന് പറയാൻ കഴിയും? നിങ്ങൾ പരിശുദ്ധ ഹജ്ജ് എന്നല്ലാതെ നിങ്ങൾ പറയില്ലല്ലോ. ഇതല്ലേ നമ്മൾ പത്രങ്ങളിൽ കാണുന്നത്. പത്രങ്ങളിൽ കോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കിക്കോ, അവിടെ കുംഭമേള എന്ന് എഴുതും, അല്ലെങ്കിൽ ശബരിമല അത് ഇതെന്നൊക്കെ പറയും. പക്ഷേ ഹജ്ജിനെ കുറിച്ച് പറയുമ്പോൾ, ഇസ്ലാമിലെ റമദാനെ കുറിച്ച് പറയുമ്പോൾ അവിടെ പറയുന്നതാണ് പരിശുദ്ധ റമദാൻ മാസം എന്നേ പറയുള്ളൂ. പരിശുദ്ധ. പണ്ടൊക്കെ അങ്ങനെയായിരുന്നു. മുഹമ്മദ് നബി എന്ന് പറയുന്നിടത്ത് എന്താണ് പ്രവാചകൻ തിരുനബി എന്നൊക്കെ പറയാറുണ്ടായത്. ഇന്നതൊന്നുമില്ല, ഇന്നതൊക്കെ പോയി. ഇന്ന് വെറുതെ പ്രവാചകൻ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ ഈ ഹോളി ക്യാമൽ ആ സാധനത്തിന് നമുക്ക് മാറ്റിയേ പറ്റൂ. അത് ആ ആശയത്തിന് കൊടുക്കുന്ന ഒരു അനാവശ്യമായിട്ടുള്ള ഒരു റെഫറൻസ് ആണ്. അതിന്റെ ആവശ്യമില്ല. അതിന് എല്ലാ മതത്തിനും ബാധകമാണ്. അത് ഇസ്ലാമിലേക്ക് അത് എത്തിയിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ആ രീതിയിൽ തന്നെ അഡ്രസ് ചെയ്യുന്നത്, അതിനെ റിഡിക്യൂൾ ചെയ്യുന്നതും അതിനെ കളിയാക്കുന്നതും അതിന് വേണ്ടി. ഇതെല്ലാ മതത്തിനും സംഭവിച്ചിട്ടുണ്ട്. ഇത് എന്തുകൊണ്ട് ഇസ്ലാമിന് പറയുമ്പോൾ നിങ്ങൾ പൊതിഞ്ഞു പിടിക്കുന്നതാണ് ഞാൻ ഈ ചോദിക്കുന്നത്. ഇതിന്റെ ആവശ്യമില്ല. നിങ്ങൾ യഥാർത്ഥത്തിൽ ഈ പ്രോസസ്സ് വൈകിപ്പിക്കുകയാണ്, ഒരു അനാവശ്യമായ ഹിൻഡ്രൻസ് ഉണ്ടാക്കുന്നു എന്നുള്ള അതാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ പേര് നീലമ്പൂരിലാണ്. സീഡിയൻ എന്ന സംഘടനയുടെ പ്രവർത്തകനാണ്. എനിക്ക് കാര്യം സുഖമുള്ളത്, മുസ്ലിങ്ങളെല്ലാം ജിഹാദികളാണോ? അല്ല. മുസ്ലിം മതവിശ്വാസികളായ എല്ലാ മുസ്ലിങ്ങളും അന്ധവിശ്വാസവും അനാചാരവും വെച്ചു പുലർത്തുന്നവരല്ലേ? അതാണ് ഒന്നാമത്തെ. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ബൈബിളിൽ ഒരു വാചകമുണ്ട്, ഞാനോ നിങ്ങൾക്ക് പുതിയൊരു ഉപദേശം തരുന്നു, ഞാൻ വീണ്ടും വരുവോളം നിങ്ങൾ പരസ്പരം സ്നേഹിപ്പീൻ. ഇതിന് തുല്യമായ ഏതെങ്കിലും ഒരു വാചകം ഇസ്ലാം മത ഗ്രന്ഥത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ? അതൊന്ന് സൂചിപ്പിച്ചാൽ കൊള്ളാം. പിന്നെ മറ്റൊന്ന്, ജാതിയുടെ പേരിലും മതത്തിൻ്റെ പേരിലും മനുഷ്യൻ ചൂഷണത്തിന് വിധേയമാകുന്നു എങ്കിൽ ജാതിരഹിതവും വർഗരഹിതവും മതരഹിതവുമായ ഒരു ഇന്ത്യയല്ലേ ഉണ്ടാകേണ്ടത്, അല്ലെ ഒരു ലോകമല്ലേ ഉണ്ടാകേണ്ടത്? താങ്കളുടെ അഭിപ്രായം ചോദിച്ചു. ഇതുപോലൊരു വെല്ലുവിളി പണ്ടാരോ നടത്തിയിട്ടുണ്ട്. മൈത്രേനാണെന്ന് തോന്നുന്നു. കൊള്ളാവുന്ന ഒരു സാധനം ഇസ്ലാമി എന്ന് ഖുറാനിൽ നിന്ന് പൊക്കിക്കൊണ്ടുവന്ന ഒന്ന് കാണിക്കുക എന്ന് പറഞ്ഞിട്ടൊരു മൈത്രേൻ അല്ലേ? അപ്പൊ അന്ന് നമ്മൾ പറഞ്ഞ കാര്യം തന്നെ എനിക്കിപ്പോഴും പറയാനുള്ളത്. നിങ്ങൾക്ക് ഇസ്ലാമിൽ നിന്നും സ്റ്റാൻഡ് അലോൺ ആയിട്ട് നിങ്ങൾക്ക് ഒരു സാധനം എടുത്ത് കാണിക്കാൻ പറ്റില്ല. ഒരു നന്മ എന്നുള്ള രൂപത്തിൽ നന്മ ഉണ്ട്, അവിടെ ഇവിടെയൊക്കെ കാണാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഈ പറയുന്ന അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ നിങ്ങൾ വയറ് നിറച്ച് ഉണ്ണരുത് എന്ന് പറയുന്ന ഒരു സാധനം നിങ്ങൾക്ക് കേൾക്കാം, ഈ ഇസ്ലാമിൽ പറയുന്ന സാധനം. പക്ഷേ മറ്റൊരു സ്ഥലത്ത് ഇതേ അയൽവാസിയെ കുറിച്ച് പറയുന്നത് എന്താണ്? നിങ്ങൾ ജിഹാദിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ ആദ്യം ജിഹാദ് ചെയ്യേണ്ടത് ആരോടാന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്? അത് അയൽവാസിയോടാണ്. അത് വെറുതെ ഈ ഇസ്ലാമിന്റെ ജിഹാദിന്റെ പ്രത്യേകതയാണ്. അതെന്താന്ന് വെച്ചാൽ, നിങ്ങൾ യുദ്ധം ചെയ്യൂ അല്ലെങ്കിൽ അവരെ കൊന്നൊടുക്കൂ എന്നല്ല ഈ പറയുന്നത്. നിങ്ങൾ വലിയ പരുഷമായിട്ടൊക്കെ പെരുമാറുന്നുണ്ടാവാം, നിങ്ങൾ വളരെ വലിയ ശത്രുതാ മനോഭാവം അവരോട് വെക്കുന്നുണ്ടാവാം. പക്ഷേ
അവർക്കത് പെർസീവ് ചെയ്യുന്നില്ലെങ്കിലോ, ഇപ്പം നിങ്ങൾ എന്നോട് വലിയ ദേഷ്യം കാണിക്കുന്നു, പക്ഷെ എനിക്കത് ദേഷ്യമായിട്ട് തോന്നിയില്ലെങ്കിൽ അത് പോരാ. അപ്പോൾ ഇസ്ലാമിലെ വാചകം എന്താണ്? അവർ നിങ്ങളിൽ രൂക്ഷത കണ്ടെത്തണം എന്നാണ് പറയുന്നത്. അതായത് നിങ്ങൾ രൂക്ഷത ഉണ്ടാക്കിയാൽ മാത്രം പോരാ, അവർക്ക് ഫീൽ ചെയ്യുന്ന തരത്തിൽ നിങ്ങൾ ആ രൂക്ഷത കാണിക്കണം എന്നതാണ് ഇസ്ലാമിൻ്റെ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഇതാണ് ഡേഞ്ചർ. അപ്പോൾ ഒരു വശത്ത് അയൽവാസിക്ക് പട്ടിണി കിടക്കരുതെന്ന് പറയും, മറ്റൊരു സ്ഥലത്ത് അയൽവാസിയുടെ അടുത്ത് ജിഹാദ് തുടങ്ങണമെന്ന് പറയുകയും ചെയ്യുമ്പോൾ ഇതിൽ ഏതാ നിങ്ങൾ എടുക്കുക? ഇനി മറ്റൊരു ഇൻസ്ട്രക്ഷൻ, നിങ്ങൾ എതിരെ നടന്ന് വരുമ്പോൾ, എതിരെ ഒരു ക്രിസ്ത്യാനിയോ ജൂതനോ വരുമ്പോൾ അവന് വഴി ഇടുക്കി കൊടുക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ജിഹാദിയോ ജൂതനോ ഒരു അയൽവാസിയാണെന്നുണ്ടെങ്കിലോ അങ്ങനെ വല്ല കൺസെഷൻ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അപ്പോഴും വഴി ഇടുക്കി കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, ഇസ്ലാമിൽ ഒരു നന്മ നിങ്ങൾ എടുത്തുകൊണ്ട് വന്നാൽ ഒന്നുകിൽ അത് റെഫ്യൂട്ട് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ അതിനെ അബ്രോഗേറ്റ് ചെയ്തിട്ടുണ്ടാവും, അതിനെ റദ്ദാക്കിയിട്ടുണ്ടാവും. അല്ല എന്നുണ്ടെങ്കിൽ അതിന് വിപരീതമായൊരു സാധനം വേറൊരു സ്ഥലത്തുണ്ടാവും. ഇതാണ് ഇസ്ലാമിൻ്റെ ഒരു കുഴപ്പമെന്ന് പറയുന്നത്. ഞാൻ ബൈബിൾ മുഴുവൻ വായിച്ചിട്ടില്ല. ഇനി നിങ്ങൾ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിന് മറുത്തുള്ള സാധനങ്ങൾ ഈ പറയുന്ന അയൽവാസികൾക്കുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇവിടെ ബൈബിൾ പണ്ഡിതന്മാർ ഇരിക്കുന്നുണ്ട്, അവർ പറയുന്നതായിരിക്കും. ഇസ്ലാമിൽ നിന്നും നിങ്ങൾക്ക് സ്റ്റാൻഡ് അലോൺ ആയിട്ടൊരു നന്മ കിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ കുഴപ്പം. ഇനി അഥവാ ഒന്നോ രണ്ടോ ഉണ്ട് എന്നുണ്ടെങ്കിൽ തന്നെ ദൈവികമായ ഒരു കിതാബ് എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ ഒരു മതം എന്ന് പറഞ്ഞുകൊണ്ട് അവതരിപ്പിക്കുന്ന സാധനങ്ങളിൽ തിന്മ ഒരെണ്ണം പോലും ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ നന്മ ഉണ്ടോ ഇല്ല എന്നുള്ളതല്ല പ്രശ്നം, തിന്മ ഒരെണ്ണം ഉണ്ടോ എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. തിന്മ ഒരെണ്ണം ഉണ്ടെങ്കിൽ പോലും ആ മതം ദൈവികമല്ല, അത് മനുഷ്യനിർമ്മിതമാണ്, അതൊരു പുരുഷന് വേണ്ടി ഉണ്ടാക്കിയുള്ള സാധനമാണെന്ന് നമ്മൾ സാധാരണ പറയുന്ന സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ബലപ്പെടുന്നത് അവിടെയാണ്. അതിൻ്റെ പേരിലാണ് നമ്മൾ അതിനെ ഉപേക്ഷിക്കുന്നത്. എല്ലാ സമൂഹത്തിലും നിലനിൽക്കുന്ന പോലെ ഭീകരവാദം കേരളത്തിൽ വളരെയധികം ഉണ്ട്. ഇപ്പോൾ നമ്മൾ പറയാറുള്ള SDP ആയാലും പോപ്പുലർ ഫ്രണ്ട് ആയാലും ഇതിൻ്റെയൊക്കെ തുടക്കം ഈ കേരളത്തിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ കേരളം എന്ന് പറയുന്നത് ഇന്ത്യയിലേക്ക് ഈ ടെററിസം അല്ലെങ്കിൽ ഈ ഇസ്ലാമിസം ഇറക്കുമതി ചെയ്യുന്നതിൻ്റെ ആദ്യത്തെ പോർട്ടാണ്. വാസ്കോഡഗാമ മാത്രമല്ല കേരളത്തിൽ ആദ്യമായിട്ട് കാലുകുത്തി ഇന്ത്യയിൽ. ഈ പറയുന്ന ഇസ്ലാമിക തീവ്രവാദമാണെങ്കിലും അതും ഈ പറയുന്ന രീതിയിലേക്ക് വന്നത്, നമ്മളുടെ മലബാർ കലാപം പോലും ഒരു വലിയ പ്രശ്നമായിട്ട് മാറുന്ന തരത്തിലേക്ക് ഇന്ന് ചർച്ച ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അതും ഈ കേരളത്തിൽ തന്നെയാണ് നടന്നിട്ടുള്ളത്. സോ പല കാരണങ്ങൾ കൊണ്ട് കേരളം യുണീക്കാണ് ഈ ഒരു വിഷയത്തിൽ. അത് ഈ കച്ചവട ബന്ധവും അതുപോലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ അത് ഒന്ന് ഓർമ്മിക്കുക എന്നുള്ളതാണ്. സാധ്യതകളുണ്ട്. ഇന്ന് വളരെ പുതിയ വഴിയിലൂടെയാണ് ഈ തീവ്രവാദം വളർന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പറയേണ്ടതാണ്, എന്തുകൊണ്ട് ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ ഈ ടെക്നോളജിയുടെ സാധ്യത ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നവരാണ്. ഇപ്പോൾ നമുക്ക് സിമ്പിളായിട്ടൊരു ഉദാഹരണം പറഞ്ഞാൽ, ഗവൺമെൻറ്റുകൾ ഈ ടെററിനെ നിരോധിക്കാൻ വേണ്ടി നോക്കും, ആദ്യം ചെയ്യുന്ന പണി അവരുടെ ഫൈനാൻഷ്യൽ സോഴ്സ് കട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ തീവ്രവാദ സംഘടനകൾ ഇന്ന് നോട്ട് ഉപയോഗിച്ചിട്ടല്ല അവരുടെ ഈ പരിപാടി ഒന്നും നടത്തുന്നത്. ബാങ്ക് ട്രാൻസാക്ഷൻസ് അല്ല, കൂടുതലും ക്രിപ്റ്റോ കറൻസിയാണ് അവർ ഉപയോഗിക്കുന്നത്. ക്രിപ്റ്റോ കറൻസിയെ തടയുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഈസി. അതാണ് അതിൻ്റെ മറ്റൊരു വലിയ വിലങ്ങുതടിയായിട്ട് നിൽക്കുകയാണ്. അതൊക്കെ തന്നെയാണ് ഇതിൻ്റെ പ്രശ്നം. കേരളത്തിൽ അതിനേക്കാൾ ഉപരിയായിട്ടൊരു പ്രശ്നം നിലനിൽക്കുകയാണ്, ഹവാല പണമിടപാട്. അതാണ് ഇതിൽ മറ്റൊരു വലിയ പ്രശ്നമായിട്ട് മാറിയിരിക്കുന്നത്. അപ്പോൾ തീവ്രവാദികൾ നേരിട്ട് പണമൊന്നും അയക്കുന്നില്ല, പക്ഷേ ഈ ഹവാല ചെയിൻ വഴി കൊണ്ട് ഈ കള്ളപ്പണം എന്നുള്ള രീതിയിൽ ഈ കേരളത്തിലേക്ക് വരുന്നത്. നമ്മൾ ഈ അടുത്തൊരു വാർത്ത കണ്ടിരുന്നു, 13,000 അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്തു ഈ ഇന്ത്യയിൽ. ആ 13,000 അക്കൗണ്ട്സ് ഫ്രീസ് ചെയ്തതിൽ 10,000 അക്കൗണ്ട് കേരളത്തിൽ നിന്നായിരുന്നു. ഇതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ കേരളത്തിൽ ഇതിന് വലിയ തോതിലുള്ള വേരോട്ടമുണ്ട്. ആ വേരോട്ടത്തിനുള്ള കാരണം ഇവിടെയുള്ള മണ്ണ് അതിന് ഭാഗമാവുന്നു എന്നുള്ള രീതിയിൽ വിശ്വാസികളുടെ ഇടയിൽ അതിന് വലിയ ഒരു റിസപ്ഷൻ കിട്ടുന്നു എന്നുള്ളതാണ്. മഹാനായ ജാക്കിർ നായിക്ക് പോലും പണ്ട് പറഞ്ഞത്, നിങ്ങൾക്ക് ഇന്ത്യയിൽ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നാൽ നിങ്ങൾ ഹിജറ പോകണം എന്നാണ് പറഞ്ഞത്. എങ്ങോട്ട് ഹിജറ പോകണം എന്നും കൂടി പുള്ളി പറഞ്ഞു, അഡ്രസ്സും പിൻകോഡ് അടക്കം പറഞ്ഞു, കേരളത്തിലേക്ക് പോകണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ കേരളം ജിഹാദികൾക്ക് ഏറ്റവും പറ്റിയ മണ്ണാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുന്നത് ഏതെങ്കിലും ഹിന്ദുത്വവാദിയോ ഒന്നുമല്ല, സാക്ഷാൽ ജാക്കിർ നായിക്ക് തന്നെയാണ്. അത് വലിയ വിവാദം ഉണ്ടായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. ഓക്കെ, ഇപ്പം മുസ്ലിങ്ങളെ മാത്രമാണല്ലോ ടാർഗറ്റ് ചെയ്യുന്നത്. അതിപ്പോൾ എല്ലാ മതത്തിലും ഉണ്ടെന്ന് പറഞ്ഞാലും ജനറലി കാണുന്നത് മുസ്ലിങ്ങളെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നതായിട്ടാണ്. അതേപോലെ തന്നെ സയോണിസ്റ്റാന്ന് പറയുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നു മുസ്ലിം വിരോധത്തോട് ഉള്ളത് കൊണ്ട് മാത്രമാണ് അങ്ങനെ പറയുന്നതെന്ന്. ഇപ്പോൾ ഒക്ടോബർ 7 നടന്ന കാര്യം പറയുന്നുണ്ടല്ലോ, അതിന് മുന്നേ പലസ്തീനിൽ നടന്ന അറ്റാക്കുകളെ പറ്റി എന്താ പറയാത്തേ? അതേപോലെ തന്നെ എല്ലാ മതത്തിലും റോങ്സും ഉണ്ട്, റൈറ്റ്സും ഉണ്ട്. അപ്പം ഒരു മതത്തിനെ റെസ്പെക്റ്റ് ചെയ്യണം. കഴിഞ്ഞ ദിവസം ഞാൻ റീല് കണ്ടായിരുന്നു, മറ്റേ ബാങ്ക് കർണാടക സംഗീതത്തിൻ്റെ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഇതും ഇനി ഹറാമാ, സംഗീതം ഹറാമാന്ന് പറയുമെന്ന്. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട്, എല്ലാത്തിലും എന്തിനാണ് നെഗറ്റീവ് കണ്ടുപിടിക്കുന്നതെന്ന്. അതുപോലെ എല്ലാത്തിലും എന്തുകൊണ്ടാണ് നെഗറ്റീവ് കണ്ടുപിടിക്കുന്നത്? ഒരു കാര്യം മുസ്ലിംസ് പോലും അത് അക്സെപ്റ്റ് ചെയ്തു. അപ്പം അത് അപ്രിഷ്യേറ്റ് ചെയ്യാണ്ട് അതിൽ പോലും നെഗറ്റീവ് കണ്ടുപിടിക്കുന്നത് എന്തിനാണ്? അപ്പോൾ അതേപോലെ ഒരു മതത്തെ മാത്രം ടാർഗറ്റ് ചെയ്ത് ഇപ്പം വിമർശിച്ചോ, അത് വേണ്ടെന്ന് പറയുന്നില്ല, പക്ഷേ എല്ലാ മതത്തെയും ഈക്വലി വിമർശിക്കുക. ഇപ്പം ചെറുതാണേലും വലുതാണേലും എല്ലാ മതത്തിനെയും ഒരുപോലെ വിമർശിക്കാതെ മുസ്ലിങ്ങളെ മാത്രം എന്തിനാണ് ടാർഗറ്റ് ചെയ്യുന്നത്? ഒന്നാമത്തെ കാര്യം, മുസ്ലിങ്ങളെല്ലാം ടാർഗറ്റ് ചെയ്തത് ഇസ്ലാമിനെയാണ്. ഇതാണ് ഇതിൽ ആദ്യം മിസ്സാവുന്ന ഫാക്ട്.
നമ്മളിവിടെ എവിടെയും മുസ്ലിങ്ങളെ എവിടെയും പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. ഇസ്ലാമിൻ്റെ പ്രശ്നമാണ് പറഞ്ഞത്, ജിഹാദിസമാണ് പറഞ്ഞത്, ഈ പറയുന്ന ജിഹാദിൽ ഏർപ്പെടുന്നതിൻ്റെ പ്രശ്നമാണ് നമ്മൾ പറഞ്ഞത്, അതിലൂടെ ഉണ്ടാകുന്ന മുസ്ലിങ്ങൾ ഇരയാക്കപ്പെടുന്നതിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. ഏറ്റവും കൂടുതൽ കൊല്ലപ്പെടുന്ന മുസ്ലിങ്ങളാണെന്നാണ് പറഞ്ഞത്. ജിഹാദിസം ഇവിടെ വളർന്നാൽ അതിൻ്റെ ഏറ്റവും വലിയ ഇര അത് മുസ്ലിങ്ങളാണെന്നാണ് പറഞ്ഞത്. ഇതിലെവിടെയാണ് നമ്മൾ മുസ്ലിങ്ങളെ ഇവിടെ ടാർഗറ്റ് ചെയ്തു എന്ന് പറയുന്നത്? ഇസ്ലാമിനെ ടാർഗറ്റ് ചെയ്യുമ്പോൾ മുസ്ലിങ്ങൾക്ക് വിഷമം ഉണ്ടാവും. അത് ഹിന്ദു മതത്തെ പറയുമ്പോൾ ഹിന്ദുക്കൾക്കുണ്ടാവും, ക്രിസ്ത്യാനിറ്റിയെ പറയുമ്പോൾ ക്രിസ്ത്യാനികൾക്കുണ്ടാവും എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഹിന്ദു മതം എന്ന് പ്രശ്നം നടത്തുക. ഗണപതി മിത്താണെന്ന് പറയുമ്പോൾ ഹിന്ദുക്കൾക്ക് വിഷമം ഉണ്ടാവുമെന്ന് നിങ്ങൾ എപ്പോഴും ചിന്തിച്ചു? ചാണക സംഘി എന്ന് വിളിക്കുമ്പോൾ സംഘിക്ക് വിഷമം ഉണ്ടാവുമെന്ന് വിചാരിച്ച് നിങ്ങൾ വിളിക്കാതിരിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ പിന്നെ ജിഹാദി എന്ന് വിളിക്കുമ്പോൾ മുസ്ലിങ്ങൾക്ക് വിഷമാവുമെന്ന് വിചാരിച്ച് നിങ്ങൾ വിളിക്കാതിരിക്കണം എന്തിനാ? ഇതാ ഞാൻ ചോദിക്കണുള്ളൂ. അപ്പോൾ ഇസ്ലാമിനെ കുറിച്ച് പറയുന്നിടത്ത് മുസ്ലിമിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് അതിനെ ഈ ജിഹാദികൾക്ക് വളമാകുന്ന ആ നിലപാട് ഇനിയെങ്കിലും തിരുത്താം. നമ്മളിവിടെ മുസ്ലിങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടില്ല, ഇസ്ലാമിനെ കുറിച്ചാണ് പറഞ്ഞത്. പൊട്ടൻഷ്യൽ ജിഹാദി എന്ന് പറയുന്നത് പോലും ആ ആശയത്തിലേക്ക് ആകൃഷ്ടനാകാനുള്ള സാധ്യതയെക്കുറിച്ചാണ് പറയുന്നത്. അവിടെയും ആശയമാണ് അവിടെ പ്രശ്നമാണെന്ന് നമ്മൾ പറയുന്നത്. സ്ട്രക്ചറൽ റീസൺ, ഒരു നോൺ സീറോ റിസ്ക് എന്നാണ് നമ്മളവിടെ പറഞ്ഞു വെക്കുന്നത്. അത് ആശയത്തെക്കുറിച്ചാണ് പറഞ്ഞു വെക്കുന്നത്, അതിൻ്റെ സ്ട്രക്ചറൽ ആയിട്ടുള്ള മറ്റു ഫാക്ടേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. അവിടെ എവിടെയും മുസ്ലിം എന്നുള്ള ഐഡന്റിറ്റി അവിടെ വരുന്നില്ല, ഒന്നാമത്തെ കാര്യം. ഇനി സയനിസത്തെ കുറിച്ച് പറയുന്നു, അതൊക്കെ മുസ്ലിം വിരുദ്ധ കൊണ്ട് പറയുന്നതെന്നാണ് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലോകത്തെ ആദ്യത്തെ മുസ്ലിം വിരുദ്ധനായതിന്റെ പേരിൽ ഈ പറയുന്ന സയനിസത്തെ അപ്രൂവ് ചെയ്ത ആൾ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറബ് നേതാവായിട്ടുള്ള ഫൈസൽ ആണെന്ന് പറയേണ്ടി വരും. കാരണം ഈ പറയുന്ന 1918 ഒന്നാം ലോക മഹായുദ്ധം കഴിഞ്ഞ് ഈ പറയുന്ന പാർട്ടീഷൻ അവിടെ നടന്നു കഴിയുമ്പോൾ അവിടെ ഒരു എന്താണ് ബ്രിട്ടീഷ് മാൻഡേറ്റ് ഫോർ പാലസ്റ്റൈൻ എന്ന് പറയുന്ന സംഗതിയെ പാർട്ടീഷൻ ചെയ്തുകൊണ്ട് ഒരു ഇസ്ലാമിക ഒരു രാഷ്ട്രവും ഒരു ജൂത രാഷ്ട്രവും ഉണ്ടാകുന്നതിനെ ഒരു സയനിസ്റ്റ് നാഷണലിസ്റ്റ് പ്രൊജക്റ്റായിട്ട് അംഗീകരിച്ച് കത്തെഴുതി അവിടെ അതിനെ സ്ഥാപിച്ചത് ഒരു അറബ് നേതാവാണ്. അറബ് നേതാവ് മുസ്ലിം ആയിരിക്കെ ഇത് ചെയ്തത് മുസ്ലിം വിരുദ്ധനായതുകൊണ്ടാണോ? അല്ല. അപ്പോൾ സയനിസത്തെ കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. സയനിസം എന്ന് പറയുന്നത് ഒരു എക്സ്പാൻഷനിസ്റ്റ് പ്രൊജക്റ്റ് അല്ല, അതൊരു നാഷണലിസ്റ്റ് പ്രൊജക്റ്റാണ്. അത് അവരുടെ റൈറ്റ് ടു റിട്ടേൺ, അതിൻ്റെ ഭാഗമായിക്കൊണ്ട് അവരുടെ ഹോം ലാൻഡ്, അത് ഒരു സെൽഫ് ഡിറ്റർമിനേഷനുള്ള അവരുടെ അവകാശത്തെക്കുറിച്ചാണ് പറയുന്നത്. അത് അവർക്ക് നേടേണ്ട ബാധ്യത അല്ലെങ്കിൽ അതിനുള്ള അവകാശം അവർക്കുണ്ട്. ഏതുപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പുറത്ത് ഈ ബ്രിട്ടീഷ് മാൻഡേറ്റ് ഫോർ പാലസ്റ്റൈൻ ഭാഗിച്ചുകൊണ്ട് അപ്പുറത്തുള്ള ആളുകൾക്ക് എങ്ങനെയാണ് അറബ് രാഷ്ട്രം ഉണ്ടാകാൻ അവർക്കുള്ള അവകാശമുള്ളത്, അതെങ്ങനെയാണോ ആയത്, എങ്ങനെയാണോ ട്രാൻസ് ജോർദൻ ആയത്, അത് ഇന്ന് ജോർദൻ ആയത്, പിന്നീട് ബാക്കി അറബ് രാഷ്ട്രങ്ങൾ അവിടെ മറ്റു മേഖലയിൽ ഉണ്ടായത് എങ്ങനെയാണോ അതേ അവകാശം ജൂതന്മാർക്കുണ്ട്. അപ്പോൾ ബാക്കി അറബ് രാഷ്ട്രങ്ങൾക്കുള്ള അവകാശം എന്തുകൊണ്ട് ജൂതന്മാരെ അവരുടെ രാഷ്ട്രം ഉണ്ടാക്കാൻ ഇല്ല എന്ന് നിങ്ങൾ പറയുന്നു? അവിടെയാണ് നിങ്ങൾക്ക് സയനിസം എന്താണെന്നുള്ളതിനെ കുറിച്ച് ധാരണ ഇല്ല എന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരുന്നത്. പിന്നെ എല്ലാത്തിലും നെഗറ്റീവ് കാണുന്നു, നെഗറ്റീവ് അല്ല കാണുന്നത്. ഏതൊരു വിഷയവും ഇസ്ലാമിസ്റ്റുകൾ എങ്ങനെ ഉപയോഗിക്കുന്നത് ഇതിനെ മാർക്കറ്റ് ചെയ്യുക. കണ്ടോ, ബാങ്കിന് ഇങ്ങനെ ഒരു ഗുണമുണ്ട്. ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു മുസ്ലിം സ്കൂളിലാണ് പഠിക്കുന്നത്. അവിടെ ഈ യോഗ അവിടെ പരിശീലിപ്പിക്കാൻ വേണ്ടി വരുന്ന ആള് അവിടെ പറഞ്ഞു, യോഗയിൽ ഓരോ സ്റ്റെപ്പും മുസ്ലിങ്ങളുടെ ഈ പറയുന്ന എന്താണ് ഈ നിസ്കാരത്തിലുള്ള സാധനമാണ്, അതുകൊണ്ട് നിസ്കാരം ഒരു വലിയ സംഭവമാണ് എന്ന് പറഞ്ഞിട്ട് അതിനെ മാർക്കറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? ഇന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, അതായത് ഈ സംഗീതം എന്ന് പറയുന്ന സാധനം ഇസ്ലാമിലെ ഹറാമാണ്, യോഗ എന്ന് പറയുന്നതും ഇസ്ലാമിന്റെ കണ്ണിൽ ഹറാമായിട്ടുള്ള സാധനമാണ്. പക്ഷേ ഇസ്ലാമിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരെന്തൊരു ചെയ്യും? സംഗീതത്തെ കൂട്ടുപിടിക്കുന്നു. ഇസ്ലാമിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യോഗയെ കൂട്ടുപിടിക്കുന്നു. അപ്പോൾ ഇസ്ലാം മാർക്കറ്റ് ചെയ്യുന്ന ഒരു സംവിധാനമായിട്ട് ഇത് മാറുന്നുണ്ട്, മാറിയിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടിട്ടില്ല. അപ്പോൾ കാണാൻ ശ്രമിക്കുമ്പോൾ അത് കണ്ട വ്യക്തികൾ എന്നുള്ള രീതിയിൽ നമ്മൾ ആ സാധ്യതയെക്കുറിച്ച് പറയും. അത് നെഗറ്റീവ് കാണുന്നുണ്ടല്ല, ഇതാണ് അതിൻ്റെ അടുത്ത സ്റ്റെപ്പ്. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏത് മേഖലയും നിങ്ങൾ എടുത്തോ, ഇതാണ് അവിടെ നടക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു സാധനത്തിൽ ഇനി മറ്റൊരു എക്സാമ്പിൾ ഇവിടെ പറയുന്ന ഒരു കാര്യമാണ്, ഇസ്ലാം സത്യമാണ് എന്നുള്ളതിന് എന്താ തെളിവെന്ന് ചോദിക്കുമ്പോൾ രണ്ട് തെളിവാ പറയാം. ഒന്ന്, പണ്ട് പറഞ്ഞിരുന്നത് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ബൈബിളിലേക്ക് നോക്കൂ എന്ന് ഖുറാനി പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് അത് ശരിയാണെന്നാണ് പറയാമെന്ന് പറയാം. അങ്ങനെയാണ് ഈ ബൈബിൾ ശരിയാവണ്ടേ? അത് ചോദിക്കുന്നതുകൊണ്ട് ബൈബിൾ മാറ്റി വെച്ചു. ഇപ്പൊ പറയുന്ന ഉപനിഷത്ത് എന്ന് പറഞ്ഞ സാധനമാണ് പൊക്കിക്കൊണ്ടുവരാം. ഉപനിഷത്തിൽ എഴുതി വെച്ച സാധനമൊക്കെ ശരിയാവൂ? അപ്പോൾ ഏതെങ്കിലും ഒരു ഉപനിഷത്തിൽ അള്ളാഹുവിനെ കുറിച്ച് എഴുതി എന്നതിന്റെ പേരിൽ ഇസ്ലാം ശരിയാവോ? ഇല്ല. പക്ഷെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഉപനിഷത്തും ദൈവികമാണെന്നല്ലേ സമ്മതിക്കേണ്ടി വരുന്നത്? ആ ദൈവികമായ സാധനം ഇറക്കാൻ ആരാ വഴി വെച്ചത്? അള്ളാഹു ആണോ? അള്ളാഹു ആണെങ്കിൽ പിന്നെ ഇതിന് ഉപനിഷത്തിൽ എഴുതി നേരെ ഖുറാൻ എഴുതിയാൽ പോരെ? ഇതല്ല നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള സാധനങ്ങൾ എടുത്തു വെച്ച് അവർ ഇസ്ലാമിനെ മാർക്കറ്റ് ചെയ്യാണ്. ഉപനിഷത്ത് എന്നാണ് അതിന് പറയാം, വേണമെങ്കിൽ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ വായിക്കാം. അപ്പോൾ പുരാണങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു ആൾ വരും, അയാൾ ഇങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഇസ്ലാം ശരിയാണ് എന്ന് പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അത് ഇസ്ലാമിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ ടൂൾ ആക്കുന്നത് ഇവിടുത്തെ ഒരു സ്ഥിരം പ്രവണതയാണ്. ഞാൻ ഈ ദവാ പ്രവർത്തനത്തിൽ നടന്നിട്ടുള്ള ആളായതുകൊണ്ട് നമുക്കിത് മനസ്സിലാവും. അത് സാധാരണ പറയാറുണ്ട്, കാള വാല് വെക്കും എന്തിനാണെന്ന് നമുക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് അത് പറയുന്നത്. അത് നെഗറ്റീവ് കാണാനാണെന്നുള്ള രീതിയിൽ നിങ്ങൾ എടുക്കുന്നതിന് നമുക്ക് തെറ്റൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഈ വശമുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഡിനൈ ചെയ്യാൻ കഴിയില്ല. അത് ഡിനൈ ചെയ്യുന്നത് യു ആർ ജസ്റ്റ് ട്രൈങ് ടു ക്ലോസ് യുവർ ഐസ് ടു എന്താ പറയുക, ഈ സാധനം കാണാതിരിക്കുക എന്നുള്ള ഒരു സാധനം മാത്രമായിട്ട് അതിനെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതൊരു ജസ്റ്റ് കൺവീനിയൻസ്, അത്രയേ ഉള്ളൂ. നമ്മൾ കൺവീനിയൻസ് സേഫ് സോൺ അതല്ല നമ്മളെ പരിപാടി. ചെയ്യേണ്ടത് പറയേണ്ടത് പറയുക ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഒരു ചോദ്യം കൂടെ മാത്രം. നല്ലല്ലേ എല്ലാവർക്കും എന്നെ കാണാൻ പറ്റുള്ളൂ. ഞാൻ ജോസ് കണ്ടത്തിൽ
83 വയസ്സായി. എല്ലാ മതങ്ങളെപ്പറ്റിയും പഠിക്കാൻ വേണ്ടി ചെറുപ്പം മുതലേ ശ്രമിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ ചില കാര്യങ്ങൾ, എല്ലാ മുസ്ലിമുകളും ജിഹാദികളാണോ? മുസ്ലിം ആകണമെങ്കിൽ, യഥാർത്ഥ മുസ്ലിം ആകണമെങ്കിൽ അവൻ ജിഹാദിസ്റ്റായേ പറ്റൂ. അല്ലാതെ ഒരു ജിഹാദി അല്ലാത്ത ഒരാളിന് യഥാർത്ഥ മുസൽമാനാകാൻ പറ്റില്ല. അതുപോലെ എല്ലാ ക്രിസ്ത്യാനികളും തീവ്രവാദികളാണോ? തീവ്രവാദികളല്ലെങ്കിൽ അവൻ ക്രിസ്ത്യാനി അല്ല. ഹിന്ദു ഒരു മതമല്ല കേട്ടോ, ഇത് അങ്ങനെ തന്നെയാണ്. കാരണം ബൈബിളിനെ പറ്റി ഇവിടെ ആരോ കോട്ട് ചെയ്തുകൊണ്ട് ഞാൻ പറയുകയാണ്. ബൈബിളിൽ ഒരു രക്തസ്രാവക്കാരിയായ സ്ത്രീ വന്ന് യേശുവിൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് ഇങ്ങനെ രോഗമാണ്, എന്നെ ഒന്ന് നോക്കിയാൽ മതി, എൻ്റെ രോഗം മാറും. യേശു പറഞ്ഞറിയോ, ഇസ്രായേലിലെ ചിതറിപ്പോയ ഗോത്രങ്ങളെ രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ വന്നിരിക്കുന്നത്. മക്കൾക്കുള്ളത് ആരും നായ്ക്കൾക്ക് കൊടുക്കാറില്ല. യേശു പഠിപ്പിച്ചെന്ന് പറഞ്ഞ ഉത്തമ ഗ്രന്ഥമായ ബൈബിളിലെ ഒരു വാക്യമാണത്. പരീക്ഷിക്കാൻ നിങ്ങൾക്ക് പരിശോധിച്ച് നോക്കാവുന്നതാണ്. യേശു വന്നതും യേശുവിൻ്റെ കുറേ അണികളായ ഈ പറഞ്ഞ യഹൂദ വംശത്തിൽപ്പെട്ടവർക്ക് വേണ്ടി മാത്രം. അതുകൊണ്ട് ഒരു മതങ്ങളും മറ്റു മതത്തിൽപ്പെട്ടവരെ സ്നേഹിക്കാനോ അവനെ സഹിക്കാനോ പഠിപ്പിച്ചിട്ടില്ല. 4-ാം നൂറ്റാണ്ടിലെ ബൈബിളിൽ സെയിൻറ്റ് അഗസ്റ്റിൻ എന്ന് പറഞ്ഞൊരു വലിയ പണ്ഡിതനാണ് ഇന്നത്തെ ഈ ബൈബിളിൻ്റെ ഈ കത്തോലിക്ക സഭയുടെ നിയമങ്ങളെല്ലാം ഉണ്ടാക്കി പറ്റി. അയാൾ പറഞ്ഞിരിക്കുന്ന ഇതാണ്: എല്ലാ ക്രിസ്ത്യാനിയുടെയും എല്ലാ കത്തോലിക്കൻ്റെയും കടമയാണ് ക്രിസ്തുമതം സ്വീകരിക്കാൻ വിസമ്മതിക്കുന്നതിന് വധിക്കുക എന്നുള്ളത്. ക്രിസ്തുമതം സ്വീകരിക്കാൻ വിസമ്മതിക്കുന്നതിനെ വെച്ച് എങ്ങനെയും നിനക്ക് വധിക്കാം, അത് നിൻ്റെ കടമയാണ്. കാരണം അക്രൈസ്തവരായ പാപത്തിലാണ് ജീവിക്കുന്നത്, പാപം ചെയ്തുകൊണ്ടിരിക്കുന്നു. അവൻ പാപത്തിൽ തന്നെ പോയി അവൻ മരിക്കും, ആ നിത്യനരകത്തിന് അർഹനായിത്തീരും. അവനെ കൊല്ലുന്നത് കൊണ്ട് അവനെ നീ രക്ഷിക്കുകയാണ്, കൊല്ലണം. ഇസ്ലാം പറഞ്ഞിട്ടുണ്ട് എല്ലാ കുട്ടികളും എല്ലാ ജനനവും ഇസ്ലാമായിട്ടാണ്, മുസൽമാനായിട്ടാണ്. പിൽക്കാലത്താണ് മറ്റു മതങ്ങളിലേക്കൊക്കെ പോകുന്നത്. ഈ പറഞ്ഞ യഹൂദന്മാരെയും ക്രിസ്ത്യാനികളെയും കാണുന്നിടത്ത് വെച്ച് പതിയിരുന്ന് നിർദ്ദയം വധിക്കുക. നീ എന്തുകൊണ്ട് പിറകോട്ട് മാറി? അള്ളാഹു നിന്റെ അഗ്നി അയക്കും, മാറോ നിനക്ക് ഓർമ്മയില്ലേ? നിന്റെ കടമയാണ്. കാഫറുകൾ, അതായത് ഇസ്ലാം അല്ലാത്ത എല്ലാവരും വധിക്കുക എന്നുള്ളത് നിന്റെ കടമയാണ്. ഖുർആനിൽ അത് പറഞ്ഞിട്ടുണ്ട്. 55-ാമത്തെ നോക്കിയാൽ മതി. ഇസ്ലാം അല്ലാത്ത എല്ലാവരും വധിക്കുന്നത്. പിന്നെ എവിടെയാണ് ഈ ജിഹാദ് ഇല്ലാതാകുന്നത്? എല്ലാ മതങ്ങളും. ഹിന്ദുമതം ഒട്ടും മോശമല്ല. കാരണം ഹിന്ദുമതം ആര്യന്മാരുടെ സവർണ മേധാവിത്വം ഉള്ളവർ അതിന് മറ്റുള്ള എല്ലാവരെയും അസുരന്മാരായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് തിന്മയുടെ പ്രതീകങ്ങളായിട്ട് മഹാബലി ഉൾപ്പെടെയുള്ള എല്ലാവരും വധിച്ചായിട്ടാണ് മിത്തുകളെ. കെട്ടുകഥയാണെങ്കിലും അവിടെ ഉണ്ടായിരുന്നു. ഈ ശ്രീലങ്കയിൽ നമ്മൾ കണ്ടില്ലേ, രാമരാവണ യുദ്ധം കണ്ടില്ലേ? പുരാണത്തിൽ പറഞ്ഞു ഹിന്ദു മതത്തിൽ എല്ലാ മതങ്ങളും മനുഷ്യനെ വെറുക്കാനും അന്യമതസ്ഥരെ ഉന്മൂലനം ചെയ്യുവാനാണ് പഠിപ്പിച്ചിരിക്കുന്നത്. ഒരു മതവും അന്യമതസ്ഥരെ സ്നേഹിക്കാൻ പഠിപ്പിച്ചിട്ടില്ല, ഇന്നും പഠിപ്പിക്കുന്നില്ല. ഇന്ത്യയിൽ ഇപ്പം നമുക്കറിയാം, ഈ പറഞ്ഞ ഈ ക്രിസ്ത്യാനികൾ ഞങ്ങളെ ഉന്മൂലനം നേരിട്ടുള്ള അത് നിർത്തിയിട്ട് ബുദ്ധിപരമായിട്ടാണ് കീഴടക്കുന്നത്. മണിപ്പൂരിൽ നോർത്ത് ഈസ്റ്റേൺ ഫ്രോണ്ടിയർ പ്രോവിൻസുകളിൽ നമുക്കറിയാം ഇഷ്ടംപോലെ പണം വരുന്നുണ്ട് ക്രിസ്ത്യാനിവൽക്കരണത്തിന് വേണ്ടി. അവരെല്ലാം മാമോദീസ മുക്കി ക്രിസ്ത്യാനിയാക്കി സ്വർഗരാജ്യത്തിന് അർഹനാകണം. അതിനുവേണ്ടി പമ്പ് ചെയ്യുന്ന പണത്തിന് ഒരു കണക്കും കയ്യുമില്ല. ഫിസോ എന്ന് പറഞ്ഞൊരു നേതാവുണ്ടായിരുന്നു നാഗാലാൻഡിൽ. അയാൾ ലണ്ടനിലിരുന്നാണ് ഭരിച്ചത്. നേതാവ് ബ്രിട്ടീഷ് സർക്കാർ അതിനുവേണ്ടി സഹായം ചെയ്തുകൊണ്ടിരുന്നു. അതുകൊണ്ട് ഇവിടെ അരാജകത്വവും അക്രമവും ഉണ്ടാക്കാൻ ഇഷ്ടംപോലെ പണം ഈ ക്രിസ്ത്യൻ രാജ്യങ്ങളിലൂടെ പമ്പ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ട് 1959 CIA-യും വത്തിക്കാനും അമേരിക്കയും എല്ലാം പണം പമ്പ് ചെയ്തിട്ട് ഇവിടെ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിനെ ഡിസ്മിസ് ചെയ്യിച്ച CIA പിറയിലുണ്ട്, അതിൻ്റെ പണമുണ്ട്. മന്നത്ത് പത്മനാഭനും ഒക്കെ അതിനകത്തെ കാര്യങ്ങൾ. അതിനെപ്പറ്റി ഞാൻ കൂടുതൽ കിടക്കുന്നില്ല. അവരെല്ലാവരുടെയും കൈകടത്തിലൂടെയാണ് ഇവിടെ ഒരു കമ്മ്യൂണിസം നശിപ്പിക്കാൻ വേണ്ടി. ഇനി കമ്മ്യൂണിസം മോശമാണോ? കമ്മ്യൂണിസ്റ്റ് ഇതിനേക്കാളൊക്കെ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്ന് പറയുന്നത് ഇതിലേറ്റവും ഭീകരമായ തീവ്രവാദികളാണ് അവർ. അവരുടെ ഉന്മൂലന സിദ്ധാന്തം നമുക്കറിയാം. അത് ലോകത്തെ അതുകൊണ്ട് ഒരു പ്രസ്ഥാനവും സംഘടിത മതങ്ങളോ സംഘടിത പാർട്ടികളോ മനുഷ്യനെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്നില്ല. അവരാരും സ്നേഹിക്കുന്നുമില്ല. ലോകത്തെ എത്രമാത്രം നരകതുല്യമാക്കാവോ അതിനുവേണ്ടി ഇവരെല്ലാവരും പരിശ്രമിക്കുന്നുണ്ട്. ഇഷ്ടം പോലെ പണമുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഈ പറഞ്ഞ ജിഹാദ് മുസ്ലിങ്ങളെല്ലാം ജിഹാദിയാണെന്ന് ചോദിച്ചാൽ ജിഹാദി അല്ലെങ്കിൽ അവൻ മുസ്ലിമാനല്ല. ക്രിസ്ത്യാനി അങ്ങനെയാണ്. അവൻ വിപ്ലവകാരി അല്ലെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി മറ്റുള്ളവരെ കൊല്ലാൻ തയ്യാറാകുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ പണം ചിലവാക്കാൻ തയ്യാറാകുന്ന അവൻ ക്രിസ്ത്യാനിയല്ല. ഹിന്ദു അങ്ങനെയൊക്കെ തന്നെയാണ്. അതുകൊണ്ട് നമ്മളിങ്ങനെ കുറേ പേര് ഇവിടെ ഇരുന്ന് ഇവരൊക്കെ പറയുന്നത് കേൾക്കും. നാളെ ഈ രോഗം നന്നാകുമെന്നൊന്നും ഒട്ടും പ്രതീക്ഷിക്കേണ്ട. മത തീവ്രവാദം കൂടിക്കൊണ്ടിരിക്കുകയാണ്, വർഗീയത കൂടിക്കൊണ്ടിരിക്കുകയാണ്. 82% ഹിന്ദുക്കളുള്ള ഒരു രാജ്യം,
15% മുസ്ലിമുകളുള്ള രാജ്യം, 2% ക്രിസ്ത്യാനികളുള്ളൊരു മഹാരാജ്യം. ഈ യൂണിവേഴ്സലാകാൻ പറ്റുന്നില്ല ഹിന്ദു മതത്തിന്. കാരണം നേപ്പാളിലും ഇനി ഇവിടെ പറഞ്ഞ ഇന്ത്യയിലും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അത് യൂണിവേഴ്സലല്ല. ഇസ്ലാം മതം യൂണിവേഴ്സലാണ്, ക്രിസ്തു മതം യൂണിവേഴ്സലാണ്, കമ്മ്യൂണിസം യൂണിവേഴ്സലാണ്. അവർ ലോകവ്യാപകമായിട്ട് അവർക്ക് അട്ടിമറിയും ജിഹാദും നടത്താൻ പറ്റുന്നുണ്ട്. ഹിന്ദുക്കൾക്ക് അത് പറ്റാത്തതിൻ്റെ കാരണം ഇന്ത്യയെ കൊണ്ട് ഒതുങ്ങി നിൽക്കുന്ന ഒരു രാജ്യം, ഒരു പ്രസ്ഥാനമാണ്, അല്ലെങ്കിൽ ഒരു സംസ്കാരമാണത്. ഹിന്ദു സംസ്കാരമാട്ടോ, ഒരു മതമൊന്നുമല്ല, ആരും സ്ഥാപിച്ചതുമല്ലത്. അതുകൊണ്ട് ഈ പറഞ്ഞ ഇന്നത്തെ ചർച്ചയെല്ലാം കേട്ടപ്പോൾ എനിക്ക് തോന്നി നമ്മൾ വെറുതെ അധരവ്യായാമം നടത്തുകയാണ്. ഇതുകൊണ്ടൊന്നും നമ്മൾ ഇവിടെ ലോകം നന്നാവാൻ പോകുന്നില്ല. ഈ മതങ്ങളുടെ തീവ്രവാദവും മതങ്ങളുടെ ഭീഷണിയും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യന് മത തീവ്രവാദം അത് നമ്മുടെ രക്തത്തിൽ കലർന്നു പോയി അതിന് ഒട്ടും ഡൈല്യൂട്ടാക്കാനോ മനുഷ്യൻ്റെ ഒന്നും നമ്മളെ ആർക്കും നന്നാക്കാൻ കഴിയുന്നില്ലെന്നുള്ളതാണ് ഖേദകരമായ വസ്തുത. ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയ കുറേ കാര്യങ്ങൾ ആവേശത്തോടെ പറഞ്ഞ് ആർക്കെങ്കിലും വിഷമം തോന്നുന്നെങ്കിൽ ക്ഷമിക്കുക.